ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെ മുട്ടുവേദനയൊക്കെ മാറിയാ? ഓ മുട്ടുവേദന അങ്ങനെ ഇരിക്കും, മരിക്കുന്നത് വരെ അതുണ്ടാവും. ഞാനും അത് തന്നെ. ഇപ്പൊ എന്റെ ഈ കണ്ണേ ഇങ്ങനെ മങ്ങി മങ്ങി വരിക, തീരെ സുഖമില്ല. പ്രായമേറി വരികയല്ലേ, ഇനിയിപ്പൊ കണ്ണ് മങ്ങും, കാല് വേദന, അങ്ങനെ പലതും ഉണ്ടാവും. ഞാനതല്ല ആലോചിക്കണത്. നമുക്കിപ്പോ വയസ്സായ നമ്മളെ നോക്കാൻ ജമന്തിയും കനകനൊക്കെ ഉണ്ട്. അവർക്ക് വയസ്സാവുമ്പോ ആരാ ഉണ്ടാവുക എന്ന് ആലോചിക്കുമ്പോഴാ ഒരു വിഷമം. ഇതെന്താ കനകം പഠിക്കണേ? ഇപ്പൊ ജോലിക്ക് പോയില്ലേ? പോ അമ്മാവിടുന്ന് ഏട്ടൻ പുറത്തേക്ക് കണ്ടു പോയതാ. ആ അത് ശരി. അല്ലേ, നമ്മുടെ തറവാടിന്റെ തെക്കേ പുറത്തുള്ള ചാത്തൻതൊടിയിലെ ശങ്കരനാരെ അറിയും? അറിയാലോ, എന്റെ കൂടെ കളിച്ചു വളർന്ന മനോഹരൻ. അവൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ളത്. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 22 വർഷം കഴിഞ്ഞു. 22 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ അവന് കുട്ടികളുണ്ടാ? ഇല്ല. അവരുടെ വിഷമം നടത്തൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഈ ജമന്തിനും കനകനും ഓർക്കും. ഇവർക്ക് രണ്ടു കൂട്ടർക്ക് ഈ വിധിയാണല്ലോ. പക്ഷെ അവന് കാണിക്കാത്ത ചികിത്സ ഒന്നുമില്ല. എന്നാലും അവൻ നിർത്തിയൊന്നുമില്ല. അവൻ ഓരോരുത്തരെ മാറി മാറി കണ്ട് ചികിത്സിച്ചോണ്ടിരുന്നു. ഇപ്പോഴേ അവന്റെ ഭാര്യക്ക് വിശേഷമുണ്ട്. 4 മാസാ. ആ ചികിത്സ തന്നെ തുടരെ നടത്തിക്കൊണ്ടിരുന്നു. ആ ചികിത്സ ഒന്നല്ല, പലരും പറഞ്ഞിട്ട് വേറൊരു ചികിത്സ നടത്തിയപ്പോ 4 മാസമായി. ഇന്നലെ എന്നെ കണ്ടപ്പോ അത് പറയുമ്പോ അവന്റെ മുഖത്തുള്ള സന്തോഷം കാണണം ചേച്ചി. അത് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമായല്ലോ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചത് ഇപ്പൊ ആരുടെ അടുത്താ പോയി ഇപ്പൊ അവസാനം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വിതുരയിലെ ഒരു വൈദ്യം ഉണ്ട്, ഒരു ഒറ്റമൂലി ചികിത്സ. 4 പ്രാവശ്യം ഭാര്യയും ഭർത്താവും കൂടി അവിടെ ചെന്നിട്ട് അവര് പറയണ മരുന്ന് കഴിച്ച് ആ ചിട്ടയില നടന്നപ്പോ അവൾക്ക് വിശേഷം ഉണ്ടായി. 4 പ്രാവശ്യം? 4 പ്രാവശ്യം. ദൈവമേ, എന്തോരം മരുന്ന് കഴിച്ചു ഇവിടെ. അല്ല ഞാൻ പറയണത്, അപ്പൊ എനിക്ക് അത് കണ്ടപ്പോഴേ നമ്മുടെ കനകനും ജമന്തിനും ഒന്ന് അയാളെ കൊണ്ട് കാണിച്ചാലോ? എനിക്കും അങ്ങനെ തോന്നുക. ഇനി ഇപ്പൊ ചികിത്സ ഒന്നും ചെയ്യാതിരിക്കുകയല്ലേ, നമുക്ക് അവിടെ ഒന്ന് പോവാം. അല്ല അതിപ്പോ ഞാൻ നേരിട്ട് പറഞ്ഞ അവനെ കടിച്ചു കീറാൻ വരും. നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് മയത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചാ ഞാൻ വേണേ അവരെ കൂട്ടിട്ട് പോവാ. എന്നെ കൊണ്ട് വയ്യ. അവന്റെ ശാഠ്യാരം കേട്ട് ഞാൻ മടുത്ത്. എന്ത് പറഞ്ഞാലും അവൻ ചാടി കടിക്കാൻ വരും. ഞാൻ അതങ്ങ് മടുത്ത്. അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. അല്ല എന്താ ജമന്തിയെ, നമുക്ക് ഒന്ന് അവിടെ പോയാലോ? കനകനോട് നീ ഒന്ന് പറഞ്ഞോക്ക് കേട്ടോ. അല്ല, അവൻ ഈ ചാടിക്കടിക്കുന്നതിന് കാര്യമുണ്ട്. അവന്റെ മനസ്സ് നിറയെ ഒരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാം. ഇപ്പൊ എന്തോ ചെയ്യാനാ, നീ ഒന്ന് പറയുവോ? അല്ല, ഈ മനോഹരന്റെ എങ്ങനെ ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവന്റെ മനസ്സ് മാറും. എല്ലാം തട്ടിപ്പാണല്ലോ. പക്ഷെ ഇതല്ല, ഇത് നേരിട്ട് നമ്മള് അനുഭവിച്ചറിഞ്ഞതല്ലേ. ഒന്ന് പോയോക്കാം, നീ ഒന്ന് പറയണട്ടാ. ഞാനും വന്ന രക്ഷപ്പെട്ടു. അല്ല മക്കളെ, അമ്മാവന് ചായ എടുക്കുക. ഇനിയിപ്പോ ചായ ഒന്നും വേണ്ട, ഉച്ചയില്ലേ? മണി 11 നീ ഊണൊക്കെ കഴിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ. അവൻ വന്ന് കണ്ട് കാര്യം പറഞ്ഞിട്ട് നീ പോയാൽ മതി. അല്ലെങ്കിൽ അവൻ ഈ ചെവി കൂടെ കേൾക്കും, ഈ ചെവി കൂടെ അങ്ങ് കളയും. എന്ത് പറഞ്ഞാലും അവന്റെ മനസ്സിൽ നിൽക്കുന്നില്ല. ഞാൻ എന്തോ നീ ആവുമ്പോ പിടിച്ചിരുത്തി അവനെ സമ്മതിപ്പിച്ചിട്ട് പോയാൽ മതി. എന്തായി ചേച്ചി പറഞ്ഞു? ഞാൻ പറഞ്ഞോണ്ട് അവൻ കേൾക്കണു. നമ്മൾ രണ്ടാളും പറഞ്ഞ അവൻ കേൾക്കില്ല. ജമന്തി വിഷമത്തോടെ അവനോട് പറഞ്ഞാൽ ചിലപ്പോ അവന്റെ മനസ്സൊന്നലിയും. അവളോട് ഉറപ്പായിട്ട് പറയാൻ പറ ചേച്ചി, അങ്ങോട്ട് ചെല്ല്. എന്നാ പിന്നെ അത് നോക്കാം, അതാ നല്ലത്. നീ ഇരിക്കുക. നീ എന്താ ഒന്നും മിണ്ടാതെ നിന്നത്? നീ ഇങ്ങനെ മിണ്ടാതെ നടന്ന കാര്യം നടക്കുമോ? ഞാൻ എന്ത് പറയാനമ്മേ, എന്തോരം പൈസ ചെലവാക്കിയതാ. ഓ, പൈസ ചെലവാക്കാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ? മക്കളൊരു കാര്യം ചെയ്യേ, കനകൻ്റെ അടുത്തൊന്ന് കാര്യമായിട്ട് പറ. ഇനി ഞാൻ ഏട്ടനോട് എങ്ങനെ പറയാനമ്മേ? ഇതിപ്പോ എന്തോരം ചികിത്സ കഴിഞ്ഞതാ. അല്ല, ഇത് നല്ലൊരു ചികിത്സ ആയതുകൊണ്ടല്ലേ അഴകേശൻ വന്ന് പറഞ്ഞത്. എൻ്റെ മനസ്സ് പറയുന്നത് ഇത് ഫലിക്കുമെന്ന് തന്നെയാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിച്ച് നടക്കണമെന്ന് അറിയാമോ? ഒക്കെ മനസ്സിൽ ഒതുക്കി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ വന്നത് പറഞ്ഞത്. മക്കൾ പറഞ്ഞ അവൻ കേൾക്കും. എൻ്റെ പൊന്നുമോൾ അവനെ കൊണ്ട് ഒന്നും പറയിപ്പിക്കുക. ഏട്ടന് ഈ വൈദ്യമൊക്കെ അതൊന്നും വിശ്വാസമില്ലല്ലോ അമ്മേ. വിശ്വാസമില്ലായിരുന്നല്ലോ. അഴകേശനല്ലേ പറഞ്ഞത്, നടക്കും. നീ ഒന്ന് പറ, അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പറ. മക്കളെ പറയുമോ? ഞാനൊന്ന് പറഞ്ഞു നോക്കാമേ. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. മക്കള് ചായ എടുത്ത് അമ്മാവനോണ്ട് കൊടുക്ക്. എന്താ അമ്മ പതിവില്ലാതെ? ഒന്നുമില്ല, നിങ്ങളൊക്കെ ഒന്ന് കാണണം തോന്നി. മുഖത്തും തീർ നല്ല പ്രസാദം ഉണ്ടല്ലോ. പോടാ.
തന്നെ നീ ഇന്നെന്താ പഠിക്ക് പോഞ്ഞ്? ഞാൻ എന്നാ അത് കുടച്ചു. അയ്യോ, നീ ഇന്നെന്താ ലീവായിന്ന്? ഞാനിന്ന് എൻ്റെ ഒരു സുഹൃത്തിന്റെ കുട്ടിയുടെ നൂല് കെട്ട്. അപ്പൊ ഉച്ചയ്ക്ക് സദ്യക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. നീ കണ്ട കുട്ടികളുടെ നൂലുകെട്ടും പിറന്നാളൊക്കെ ആഘോഷിച്ച് നടന്നോ? അവനോന് ഇതൊന്നും വേണ്ടേ? ആ, നമ്മള് പിന്നെ ആകെ നിർത്തിയതല്ലേ. എന്ത് നിർത്തിയത്? നീ ഇപ്പൊ ചികിത്സ ഒന്നും ചെയ്യണില്ല പറഞ്ഞിട്ട്? ഇനി എന്ത് ചികിത്സ? ഏ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ പറ. ഞാനിപ്പോ ആ കാര്യം പറയാൻ തന്നെ വന്നു, വേറെ കാര്യം പറയാനൊന്നല്ല. എന്ത് കാര്യം? നീ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ചികിത്സ നിർത്തേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ എപ്പോഴാ ഭഗവാൻ കനിഞ്ഞരുളി തരാന്ന് പറയാൻ നീ പറ്റുമോ? കാര്യം പറയടാ എന്തുവാണെന്നുള്ളത്. അതെ, ഭഗവാൻ കനിഞ്ഞ അരുളി തരുമ്പോ നമുക്ക് എടുക്കാം, അതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. എടാ, താൻ ബാധി ദൈവം ബാധി എന്നാണ്. നമ്മൾ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാണ്ട് നമ്മളിതൊന്നും കണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാവുമോ? എൻ്റെ അമ്മാവ, ഞാൻ ആ മോഹങ്ങളെല്ലാം കൂടി വലിയൊരു ബാണ്ടത്തിൽ കെട്ടിയിട്ട് നേരെ അട്ടത്ത് കൊണ്ടുപോയി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നും എടുക്കണ്ട, അത് അവിടെ കടന്നോട്ട്. എന്നാ അത് രണ്ടാമത് ബോഡിയും തട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കണം. വിദുരയിലേ ഒരു വൈദ്യം ഉണ്ട്. എന്ത് വൈദ്യ? ഇതാണ് ഞാൻ ചേച്ചപ്പനോട് ഒന്നും പറയാത്തത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജാതി ചിരി മാത്രം കാര്യത്തിന്റെ ഗൗരവം അറിയാം. അവനെല്ലാം നിസാരം. എൻ്റെ അമ്മ, ഈ ചികിത്സകൾ മുഴുവൻ കഴിഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു വിദുരയിലെ വൈദ്യരെ കാണിക്കാൻ പോവാണ്. എടാ ചിലപ്പോ അവിടെ കൊണ്ടായിരിക്കും രക്ഷപ്പെടാൻ ചിലപ്പോന്നല്ല, അവിടെ കൊണ്ട് രക്ഷപ്പെടും. എടാ, എന്റെ വീടിന്റെ അവിടെ എന്റെ ക്ലാസ്മേറ്റ് മനോഹരൻ 22 കൊല്ലായി. ഇപ്പൊ അവന്റെ ഭാര്യക്ക് ഗർഭമുണ്ട്. ആ, അതെങ്ങനെ? ഈ വൈദ്യരെ കണ്ടിട്ടാ? ഇടോക്ക് 4 പ്രാവശ്യം പോയാൽ മതി. ഒരു പ്രാവശ്യം പോകുമ്പോ 10,000 ഉറുപ്പ്യ ചെലവുള്ളൂ. ഒരു 40,000 ഉറുപ്പ്യം കൂടി ചെലവാക്ക്. എത്രയോ ചെലവാക്കിയതല്ലേ? വേണ്ട അമ്മാവ, ആ പരിപാടിയൊക്കെ നിർത്തി. ഇനി ഒന്നും വേണ്ട. ഇനി ഭഗവാൻ തരുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. എടാ, ഞാൻ പറയണമെന്ന് കേക്ക്. നീ എത്ര പൈസ? എന്റെ കയ്യിൽ പൈസ വേണ്ട. ഈ ഒരു കാര്യത്തിനാണെങ്കിൽ ഞാൻ എടുക്കും പൈസ. ഞാൻ പറയണമെന്ന് എന്റെ കൂടെ വന്നാ മതി. എന്താ കളിക്കാൻ നിൽക്കുക? പറഞ്ഞാലും മനസ്സിലാവത്തില്ല, ചൊല്ലിയാലും മനസ്സിലാവത്തില്ല. നിങ്ങൾ രണ്ടു കൂടെ അവിടെ വരെ ഒന്ന് പോയാൽ മതി. നീ വേറെ ഒന്നും ചെയ്യണ്ട. എന്റെ പൊന്നമ്മ, നമ്മൾ എത്ര സ്ഥലത്ത് പോയി, ആരൊക്കെ കണ്ടു. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഇത് എവിടുന്ന സംഭവിക്കാന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഞാൻ മരണം വരെ ഇങ്ങനെ നോക്കി നടക്കണം. 22 കൊല്ലം നടന്നു മനോഹരൻ. നിങ്ങൾക്ക് സമയമൊന്നും കഴിഞ്ഞില്ല. ഞാനപ്പോ അത് വിളിച്ചു പറയാൻ പോവാ. എന്നിട്ട് ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ. എന്നിട്ട് ഉടനെ തന്നെ പോണം നമുക്ക്. ഡേറ്റ് ഫിക്സ് ഒന്നും വേണ്ട, അതിനൊക്കെ വരട്ടെ. ഇനി എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അതൊക്കെ അവൻ വരും, ഞാനല്ലേ പറയണത്. നിങ്ങൾക്ക് പ്രാന്താണ്. അല്ലടാ, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ? ഞാനും അതാ പറയാത്തത്. നമ്മളെ മനസ്സ് മടുപ്പിച്ച് കളയും ഓരോരോ കാര്യങ്ങൾ ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്ക്. അവള് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുണ്ടല്ലോ.